തൽക്കാലം വീട്ടിൽ പോയിക്കോളൂ. നമ്പർ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. അതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടുത്തെ അച്ഛനെ ഒന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലോ? എന്നിട്ട് അസുഖം മാറാൻ പ്രാർത്ഥിച്ചാൽ മതിയാവും. അല്ലാതെ നമുക്ക് എന്താ വേറെ ചെയ്യാൻ പറ്റുക? DC, നീ യുക്തിക്ക് നിരക്കുന്നതാണോ ഈ പറയുന്നത്? അതിന് നമ്മുടെ ചുറ്റും അങ്ങനത്തെ കാര്യങ്ങളാണോ നടക്കുന്നത്? സാധാരണ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ അടുത്തുള്ളവരോടും ഇടവകയിലേക്കൊന്ന് ചോദിക്കുന്നത് സാമാന്യ ബോധമാണ്, അല്ലേ? അഡ്വക്കേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പഠിപ്പിച്ചതല്ല, ചോദിച്ചു പോയതാണ്. അത് അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സംഭവിച്ചു പോയതാച്ചോ. ജോണേ, സഭയിൽ ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന് ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇതുപോലൊരു സംഭവം രൂപതയിൽ അറിയിച്ചാൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ അതിനെക്കുറിച്ച് അറിവുള്ള കുറച്ച് അച്ഛന്മാരെ ഏൽപ്പിക്കും. അവരിതിൻ്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അവരാണ് എക്സോസിസം ചെയ്യേണ്ടത് ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴേക്കും സമയം കൊടുക്കും. എൻ്റെ ഭാര്യ വീട്ടിൽ അച്ഛൻ വരുന്ന പ്രതീക്ഷിച്ചിരിക്കുക. അച്ഛൻ വരും, മോന് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ്റെ അസുഖം മാറും. ആ ഒരു പ്രതീക്ഷ മാത്രമുള്ള അച്ഛൻ. എന്താ പേരെ കിട്ടിയോ? അച്ഛാ, നമ്മുടെ രജിസ്റ്റർ മുഴുവൻ പരത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഫ്രെഡിന്റെ പേരായിട്ടുള്ള ആരും നമ്മുടെ ഇടവകയിൽ അക്കാലത്തുള്ളതായിട്ട് രജിസ്റ്ററിലൊന്നും കാണുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളിൽ കുറച്ച് പേര് ഫ്രെഡിന്നാണ്. അത് പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, കപ്പേർ ഒന്നും കൂടി മൊത്തത്തിലൊന്നും തപ്പ്. ശരി അച്ഛോ. ശരി. ഹലോ. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഒരു വലിയ വീട്ടിൽ തോമസ്, അയാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു മിസ്റ്റർ ജോൺ. ആൾ വക്കീലാണെന്നാണ് പറഞ്ഞത്. അവരുടെ മകന്റെ പനിയുടെ കാര്യമായി ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നിരുന്നു. അറിയാം. പയ്യന്റെ ബ്ലഡ് സാമ്പിൾസ് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഒരു പാൻഡമിക് പേടിയുണ്ട് ഞങ്ങൾക്ക്. സിംപ്റ്റംസ് കോളറ പോലെയാണ്. പക്ഷെ അതല്ല, വേറെ എന്തോ ആണ്. എന്താ ചേച്ചി, ബട്ടർഫ്ലൈ ആണോ? എന്തായാലും സാമ്പിൾസ് ഞാൻ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നുണ്ട്. ഒരു 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട്സ് വരും. ഞാനിപ്പോൾ വിളിച്ചത് അത്തരമൊരു സംശയമുള്ളതുകൊണ്ട് ഒരു 3 ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് ആരും പോവരുതെന്ന് പറയാനാണ്. ശരി. ഞാൻ പഞ്ചായത്തിൽ വിളിച്ചിരുന്നു. അപ്പോൾ അവരാണ് ഇവിടെയും കൂടി ഒന്ന് അറിയിക്കാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഒഴിവാക്കുന്നതായിരിക്കില്ല നല്ലത്. ശരി. ജോണേ, ഇന്നെനിക്ക് വരാനൊരു അസൗകര്യമുണ്ട്. അത്യാവശ്യമായിട്ട് കത്രിയുടെ പള്ളി വരെ ഒന്ന് പോകണം. പിന്നെ ഫ്രെഡിയെക്കുറിച്ചും റോസിനെക്കുറിച്ചും എന്തെങ്കിലും രേഖ പള്ളിയിലുണ്ടെങ്കിൽ ഞാൻ ജോണിനെ വിളിച്ച് അറിയിക്കാം. ജോണിപ്പച്ചല്ലേ? ജോണെ, ഞാൻ വരാം. ജോണിപ്പച്ചല്ലേ? കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് സൂക്ഷിക്കണം. എന്തായി? അച്ഛനെപ്പോ വരും? ഫ്രെഡി എവിടെയാണെന്ന് അറിഞ്ഞോ? പതുക്കെ. എന്ത് പതുക്കെ? നമ്മളെല്ലാരും ഇവിടെ കിടന്ന് അനുഭവിക്കുകയല്ലേ. ഇനി സംസാരിക്കാതിരുന്നിട്ട് എന്തിനാ? പറ, അച്ഛൻ എന്താ പറഞ്ഞേ? കൂടുതലൊന്നും പറഞ്ഞില്ല. 2-3 ദിവസം കഴിഞ്ഞ് ഈ വഴി വരാമെന്ന് പറഞ്ഞു.
ചോദിക്കേണ്ട പോലെ ചോദിച്ചു കാണിയല്ല. ഇവിടെ ഉള്ളവർ എവിടെ പോയെന്നൊരു വികാരിയച്ഛന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. എന്നിട്ട് ആർക്കോ വേണ്ടി ചോദിച്ച പോലെ വന്നേക്കുവാണ്. ഹലോ, ജോൺ, ഞാൻ ജിയോ ആണ്. ആരാ? ഫാദർ ജിയോ കുറ്റിക്കാടൻ. നിങ്ങൾ നിന്നെ കാണാൻ വന്നിരുന്നു. ആ, പറയൂ ഫാദർ. താൻ പോയി കഴിഞ്ഞേ ഞാൻ കൂടി ഇരുന്ന് മൊത്തത്തിൽ പഴയ രേഖകളൊക്കെ ഒന്ന് തപ്പി നോക്കി. അതിലൊന്നും പക്ഷേ താൻ പറഞ്ഞ റോസൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഒരു പക്ഷേ അതായിരിക്കില്ല ശരിക്കുള്ള പേര്. തന്നെ എനിക്കങ്ങനെ കൈവിടാൻ തോന്നിയില്ലല്ലോ. തനിക്കറിയാലോ, RC ആയിട്ടും ഓർത്തഡോക്സ് ജാക്കോബക്കാരായിട്ടും ക്നാനായായിട്ടും പിന്നെ ഞങ്ങൾ ലത്തീൻ കത്തോലിക്കരുടേതായിട്ടും ഈ നാട്ടിൽ കുറച്ചധികം ക്രിസ്ത്യാനി പള്ളികളുണ്ട്. ചിലപ്പോൾ താനീ പറയുന്ന ഫ്രെഡി ഒരു പക്ഷേ ഈ ഇടവക്കാരനല്ലായിരിക്കും. എനിക്കങ്ങനെ തോന്നല്. ഞാൻ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 4-5 ഇടവകളിൽ കൂടി ഒന്ന് അന്വേഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു. നമ്മുടെ രാമന്തോടുള്ള ക്നാനായ പള്ളിയുടെ സെക്രട്ടറി പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1971 എന്ന് വെച്ചാൽ കോളറ മരണങ്ങൾ ഇവിടെ നടന്നതിന് 1 വർഷത്തിന് ശേഷം ആ ഇടവകയിൽ തന്നെയുള്ള മാർഗറ്റ് എന്ന പെൺകുട്ടിയുടെ മനസ്സമ്മതക്കുറിയിൽ ചെക്കനായിട്ട് ഫ്രെഡി എന്ന പേര് കാണുന്നുണ്ട്. താൻ ആ പെൺകുട്ടിയുടെ അഡ്രസ് ഒന്ന് എഴുതി വിട്ടു, ഞാൻ പറയാം. ഹലോ ഹലോ ജോൺ, ഹലോ. ഞാൻ നാളെ നേരിട്ട് അങ്ങോട്ട് വന്ന് സംസാരിക്കാം ഫാദർ. ആ ശരി. ആരാ? അച്ഛനാണോ വിളിച്ചേ? എന്തോ പറഞ്ഞേ? നാളെ സമയം പോലെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ജോൺ, ഫ്രെഡി എപ്പോഴാ എന്നെ കാണാൻ വരുന്നേ? പറ ജോൺ, ഫ്രെഡി എപ്പോഴാ എന്നെ കാണാൻ വരുന്നേ? മറ്റന്നാളെ മോന്റെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വരും. അതുവരെ ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ഹസ്ബൻഡ് എവിടെയാ? ബാത്റൂമിലുണ്ട്.